ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു ഭാഗം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സസ് 22, 23 and 24. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? ഈ വായിച്ച വേദഭാഗത്ത് 3 ഇന്റർനാഷണൽ സൊസൈറ്റികളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. ബൈബിൾ എല്ലാവരും ഒന്നെടുത്താട്ടെ. 9-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ വായിക്കും. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് യഹൂദന്മാർ ഒരു സൊസൈറ്റിയാണത്, അന്തർദേശീയ സൊസൈറ്റിയാണ്. 2 ജാതികളിൽ നിന്നും ജാതികൾ അന്തർദേശീയ സൊസൈറ്റിയാണ്. അടുത്തത് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ നമുക്ക് ഒരുമിച്ച് പറയാം. യഹൂദൻ, ജാതികൾ, നാം. ഒന്ന് പറഞ്ഞെല്ലാവരും. 3 ഇന്റർനാഷണൽ സൊസൈറ്റികളെ കുറിച്ചാണ് പൗലോസ് ഇവിടെ കുറിക്കുന്നത്. ആദ്യം ലോകത്തിൽ ഉരുത്തിരിഞ്ഞത്, ഉത്ഭവിച്ചത് ജെന്റൈൽസ്, ജാതികൾ എന്ന ഗ്രൂപ്പാണ്. ആദാം മുതൽ മോശ വരെയുള്ള പൂർവകാലം എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്ന ഏകദേശം 3763 വർഷത്തിനുള്ളിലാണ് ജാതികളുടെ ഉത്ഭവം. രണ്ടാമത്തെ ഗ്രൂപ്പ്, ജാതികളുടെ ഗ്രൂപ്പ് എന്ന നിലയിൽ സൊസൈറ്റിയായി ഉത്ഭവിച്ചത് നമുക്കറിയാം. അത് മോശയുടെ കാലം മുതൽ സ്നാപക യോഹന്നാൻ കാലം വരെയുള്ള ന്യായപ്രമാണ കാലത്താണ്. അതാണ് യഹൂദൻ. ജാതികൾ യഹൂദൻ കഴിഞ്ഞാൽ അവർ 2 കൂട്ടരിൽ നിന്നും രക്ഷിക്കപ്പെട്ട കൃപയിലേക്ക് വന്ന, ശാനപ്പെട്ട കൃപയിലേക്ക് വന്ന ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ദൈവസഭ, നമ്മൾ എന്ന് പറയുന്നു. ആ നാം എന്ന ഗ്രൂപ്പിൽ എത്ര പേര് ഇവിടെയുണ്ട്? ശാനപ്പെടാത്ത ഒരൊറ്റ എണ്ണം വേദപുസ്തകത്തിൽ വ്യക്തമായ അറിവുള്ളവർക്കറിയാം. ശാനപ്പെടാത്ത ഒരൊറ്റ എണ്ണം സഭയ്ക്കകത്ത് അംഗമല്ല. ശാനപ്പെടാത്ത ഒരെണ്ണം ദൈവസഭയ്ക്കകത്ത് അംഗമല്ല. ഉറക്കെ പറയുന്നു ഞാൻ, അംഗമല്ല. ശാനപ്പെട്ടെങ്കിലേ സാക്ഷാൽ ദൈവസഭയിലെ അംഗമാകാൻ കഴിയും. അതാണ് ബൈബിൾ വ്യവസ്ഥ. ആമേൻ. അപ്പൊ നിങ്ങൾ സംശയം തോന്നാം, എടുക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27, 28 കൂടെ ചേർത്ത് വായിക്കണം. വായിക്കൂ. 27, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അടുത്തത്, അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നായി തീർന്നത് എപ്പോഴാ? 28-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച മോളെ ഒന്നോടെ. അതിൽ യഹൂദനും. ഏതിൽ? 27-ാം വാക്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, സ്നാനത്തിൽ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ അതിൽ ക്രിസ്തുവേശുവിൽ ഒന്നായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവേശുവിൽ നമ്മൾ ഒന്നാകുന്നത്, യഹൂദനിൽ നിന്നും ജാതിയിൽ നിന്നും ഒന്നാകുന്നത് സ്നാനത്താലാണ്. ആമേൻ. ആ ഉറപ്പുണ്ടെങ്കിൽ കരം ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ശക്തമായി. ഇനി 1 കൊരിന്ത്യർ 12:13 കൂടെ വായിക്കണം. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യൗവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഞാനത് ഇംഗ്ലീഷിൽ കൂടെ വായിക്കാം. ഇംഗ്ലീഷ് അറിയുന്നവരിവിടെ ഉണ്ട്, അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ ഇത് പറയാം. For by one Spirit we are all baptized into one body. Amen. ഒരു സ്തോത്രം പറയണം. അതോടെ വായിക്കാം. For by one Spirit, പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിൽ അല്ല, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെട്ടത്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്
ആത്മസ്നാനമാണ്. ഇവിടെ അതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെട്ടു. എന്തിനു വേണ്ടി? ഒരു ശരീരമാകുക. ഒരു ഹല്ലേലൂയ പറയട്ടെ. സ്നാനപ്പെടാത്തൊരൊറ്റ അംഗങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല. Praise the Lord. ഏതിനകത്ത്? ദൈവസഭയ്ക്കകത്ത്. ഞാൻ ഈ മീറ്റിംഗിന്റെ കാര്യമല്ല പറഞ്ഞത്. ദൈവസഭ എന്ന ഇന്റർനാഷണൽ സൊസൈറ്റിയിൽ അംഗമാകണമെങ്കിൽ സ്നാനപ്പെട്ടേ മതിയാകും. ആമേൻ. അങ്ങനെ സ്നാനപ്പെട്ടവരാണ് ഒരു ശരീരമാകുന്നത്. ആ ഉറപ്പുള്ളവർ എത്ര പേരുടെ ഇരിപ്പുണ്ട്? അങ്ങനെ ശരീരമായവരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. എന്നിട്ട് ഞാനൊരു പ്രദർശന പാക്കേജ് പറഞ്ഞ് ഇവിടെ ഇരിക്കും. 1 മണിക്ക് കുത്തിടും. 1 മണിയാകുമ്പോൾ പ്രസംഗം നീട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സെൻട്രൽ പാസ് അടക്കം ഒരു 5 കല്ലിയ പറഞ്ഞാൽ മതി. പിന്നെ നെഞ്ചു വിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആമേൻ, ആമേൻ. ഒന്ന് പറഞ്ഞില്ലെങ്കിൽ 10-ാം അധ്യായം എടുക്കാം. അതിന്റെ 16-ാം വാക്യം മുതൽ. അറിയുന്നവരാണ് എല്ലാവരും. ഒന്ന് വായിക്കും. 16 മുതൽ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? ശരീരത്തിന്റെ കൂട്ടായ്മയാകണമെങ്കിൽ ശരീരത്തിന്റെ അംഗത്വം പ്രാപിക്കണം. സ്നാനപ്പെടാത്തൊരൊറ്റ എണ്ണത്തിന് കർത്തൃമേശ കൊടുക്കാൻ പാടുകയില്ല. അതിന്റെ കാരണം യേശുവിന്റെ ശരീരത്തിന്റെ അംഗത്വം കിട്ടുന്നത് സ്നാനത്താലാകയാൽ ശരീരത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കണമെങ്കിലും സ്നാനപ്പെട്ടേ മതിയാകുകയുള്ളൂ. കാരണം ഉയർത്തിയൊരു ഹല്ലേലൂയ ശക്തമായിട്ട്. വരുന്നവനെല്ലാം കൊടുക്കേണ്ടതല്ല കർത്തൃമേശ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The cup of blessing which we bless, is it not the communion of the blood of Christ? The blood which we break, it is not communion of the body of Christ. കറ തീർത്ത എഴുതിയിരിക്കുന്ന പൗലോസ് ശരീരത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ ശരീരത്തിന്റെ അംഗത്വം വേണം. ഒരു നല്ല ഹല്ലേലൂയ. ആമേൻ. എന്റെ ഉറ്റ സ്നേഹിതരായ പാസ്റ്റർമാരും കൂടി ഇരിപ്പുണ്ട്. പാസ്റ്ററെ, അത് വലത്തെ കൈ വെട്ടി മാറ്റിയിട്ട് അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും ആരെങ്കിലും? ആരും വെട്ടി മാറ്റരുത്. അംഗത്വം ഉണ്ടോ? കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ യോജിച്ചിരിക്കണം. യോജിക്കുന്നത് ശാന്തത്താലാണ്. Into one body by baptism. Amen. ആ ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തിയിട്ട് ശക്തമായി ഒരു 5 കല്ലുകൾ